ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗൈസ് വണ്ടർലയിലേക്കാണ്. വണ്ടർല എല്ലാവർക്കും ഒരു വികാരമാണല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ ഞങ്ങൾ ഒരു 6 വർഷത്തെ ഞങ്ങളുടെ പ്ലാനായിരുന്നു. ഞാൻ 6 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും അവരുടെ എൻ്റെയൊക്കെ പ്ലാനായിരുന്നു ഈ വണ്ടർലേക്ക് പോകണമെന്നുള്ള. എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ച ഒരു അസുലഭ നിമിഷമായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് പോയത്. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് നൈസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതോ എൻഡ് ചെയ്യുന്നതോ വട്ടം. അപ്പോൾ നൈസ് റോഡിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിറ്റിയാണ്. ഞങ്ങൾ 4 പേരെ പോയിരുന്നത്, ഞങ്ങളുടെ കൊളീഗ്സ്. അപ്പോൾ നൈസ് റോഡിൽ നിന്ന് സൂപ്പർ വഴിയാണ്, 2 സൈഡിലും അടിപൊളി പന്നാർഘട്ട വന്യജീവി സങ്കേതമുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് റോഡുള്ളത്. അങ്ങനെ നമ്മൾ രാമനഗരയിലേക്ക് എത്തി അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ വണ്ടർലയിലേക്കുള്ള കയറി. അപ്പോൾ ചുറ്റിനും അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ അതൊക്കെ മേടിക്കാം. അങ്ങനെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലെജൻഡ് വണ്ടർല. ഇപ്പം ഞാൻ കൊച്ചിയിലായതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇഷ്ടമാതിരി ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഈ ലോകം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ആൻഡ് നിങ്ങൾ നേരത്തെ കണ്ടത് അത് നമ്മുടെ റിസോർട്ടാണ് വണ്ടർലയാണ്. അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയാനേ അറിയില്ല. കുറേ നാളായി ഞാൻ പോയിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരിൽ ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ മിഷൻ ഇൻഡസ്ട്രിയലിൻ്റെ അതാണ് നിങ്ങൾ ആ കാണുന്നൊരു വൈറ്റ് ഇത്. അയ്യോ, പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എൻ്റെ പ്രതീക്ഷകളെക്കാളും അപ്പുറമായിരുന്നു എന്നതിന് പറഞ്ഞു. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്ക് കൊണ്ട് തന്നെ കയറി. ആക്ച്വലി നമുക്കൊരു ഓഫറുള്ള ടൈമിലാണ് നമ്മൾ കയറിയത്. ഓഫറുള്ള ടൈമിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ആരും ഓഫറൊന്നും മിസ് ചെയ്യരുത്. ലൈക്ക് ഒരു ജോലി തിരക്കിനൊക്കെ കുറച്ച് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ റൈഡ്സിലും കാര്യങ്ങളും ബിക്കോസ് നമ്മൾ ഫോണെല്ലാം ലോക്കറിലൊക്കെ എടുത്തിട്ട് വെച്ചിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് ടൈമിലെടുത്ത വീഡിയോ ആണത്. എല്ലാവരും ഉണ്ട്, ചിറ്റി, അനക, ഋത്തിക്, പിന്നെ ഞാനും. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയതിൻ്റെ ഇടയ്ക്കെടുത്ത വീഡിയോ. ലഞ്ചും ഞങ്ങൾക്ക് ഒരു ബൊഫേ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ഫില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് ഞങ്ങളെ വിട്ടു. ഇവിടെയും ബൊഫേ ആയിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അടിപൊളിയായിരുന്നു. അൺലിമിറ്റഡ് ആയിരുന്നു. അതും ടിക്കറ്റിൻ്റെ ചാർജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു. വയറ് നല്ലോണം കഴിച്ചു. അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, ഡെസേർട്ടായിട്ട് സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നോൺ വെജിറ്റബിൾ ഫുഡ്. അപ്പോൾ റൈഡ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ വാട്ടർ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളെല്ലാത്തിലും ഒരുവിധം എല്ലാത്തിലും നമ്മൾ കയറിയായിരുന്നു. കുറച്ച് സ്കൈവീലും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് തിരിച്ച് വന്നു, ഡ്രസ്സൊക്കെ ഇട്ടു. ദെൻ നമ്മൾ ചുമ്മാ നമുക്ക് എന്തായാലും 11 മണി മുതൽ 10 മണി വരെയായിരുന്നു ഇതുണ്ടായിരുന്നു വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഇതിൻ്റെ ഞങ്ങളൊരു വീക്ക് അനുഭവിച്ചാണ്. വയ്യാണ്ടൊക്കെ ആയി. നമ്മൾ ദേഹമൊക്കെ അനങ്ങുന്നത് ഇവിടെയൊക്കെ വരുമ്പോഴാണല്ലോ. അപ്പോൾ കുറച്ച് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മൾ ഇതിനകത്തായിരുന്നു കേട്ടോ, നമ്മുടെ റോളർ കോസ്റ്ററിൽ. ദെൻ കുറേ കൊച്ചിയിലെ സിമിലർ റൈഡ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ചില റൈഡ്സ് മാത്രമേ ഞാൻ പുതിയത് കണ്ടിട്ടുള്ളൂ. പിന്നെ ചില റൈഡ്സിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷനൊക്കെ വേണ്ടി അവരത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ റെഡി ആയതിനു ശേഷം നമ്മൾ പോയത് മിഷൻ ഇൻഡസ്ട്രിയുടെ ഇത് ഭയങ്കര ഐക്കോണിക് ആൻഡ് എന്താ പറയുക വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെലക്ട് ഫോട്ടാക്കി വന്നാലും പൊടിച്ചെടുക്കുന്നത്. സോ ആരും ഇത് മിസ് ചെയ്യരുത്. 3 റൈഡ്സൊക്കെ നമ്മൾ മിസ് ചെയ്തു. വാട്ടറും അതുപോലെ തന്നെ കുറച്ച് റൈഡ്സൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം പോകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു യാത്രയായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ എൻഡ് ആയപ്പോൾ ഇങ്ങനെ 10 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ കയറിയപ്പോൾ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു റൈഡിൽ കൂടെ നമ്മൾ കയറണമെന്നുണ്ടായിരുന്നു. നമ്മൾ മാവറിക്കിലും കയറി. ദെൻ അതിൻ്റെ അപ്പുറത്ത് ഒരു റൈഡ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കയറി. അപ്പോൾ രാത്രിയായപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഒരു പൊടി മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല അടിപൊളിയായിരുന്നു. സാധാരണ നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ പോകുമ്പോഴേക്കും ചൂടൊക്കെ കൊണ്ട് നമ്മുടെ കാലൊക്കെ പൊള്ളി ഒരു പരുവുണ്ടാവും. പക്ഷേ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടൊരു ചെറിയ മഴ വലിയ അത് നമ്മുടെ എൻജോയ്മെൻറ്റിനെ എഫക്റ്റ് ഒന്നും ചെയ്തില്ല.
പക്ഷെ രസമായിരുന്നു മഴ ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതും കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടെ സ്കെയറി ആയിട്ടുള്ള റൈഡാണ്. അപ്പോൾ പേടിയുള്ളവർക്കൊന്ന് സൂക്ഷിച്ച് കയറിയാൽ മതി. പക്ഷേ രസമാണ്. ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ കയറിയത്. കറക്റ്റ് 10 മണിക്കാണ് ഇത് കയറ്റി കേട്ടോ. അവർ നല്ല ആൾക്കാരാണ് കേട്ടോ, നല്ല സർവീസായിരുന്നു. എനിക്കറിയില്ല, ഞാനിപ്പോൾ റിവ്യൂസൊക്കെ വായിച്ചപ്പോഴേക്കും സർവീസൊക്കെ കുറച്ച് മോശമാണെന്നുള്ള രീതിയിൽ, പക്ഷേ എനിക്കറിയില്ല, കൊച്ചിനേക്കാളും ബെറ്റർ സർവീസാണ് എനിക്ക് ഇവിടെ തോന്നിയത്. നല്ല ആൾക്കാരായിരുന്നു. ഇപ്പം 10 മണി കഴിഞ്ഞപ്പോൾ പോലും ഞങ്ങൾ ഇതിനകത്ത് കയറ്റിയത്. അപ്പോൾ നമ്മൾ സ്പെഷ്യലി വാട്ടർ റൈഡ്സും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല വീഡിയോയിൽ. നമുക്ക് പതുക്കെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു നൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ബട്ട് ഇത് എന്തായാലും നിങ്ങൾ വരണം, വിസിറ്റ് ചെയ്യണം. ഈ ഒരു നൈറ്റും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതും ലൈക്ക് വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി പുറത്തിറങ്ങി പാർക്കിംഗ് അടിപൊളിയാണ്. വലിയ സ്പേസിലാണ് കേട്ടോ ഇത്. അപ്പോൾ പക്ഷേ റൈഡ്സ് എല്ലാം കൂടുതൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണെന്ന് തോന്നുന്നു. വലിപ്പം വെച്ചിട്ട് കൊച്ചിയാണ് വലിയതെന്നാണ് കാണിക്കുന്നത് പല സോഴ്സും. എന്നിട്ട് നമ്മൾ ചിക്കൂലേക്ക് കയറിയാണ്, ചിക്കൂനെ കാണും. സോ ഗൈസ്, നമ്മൾ വണ്ടർലയിലെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വ്ലോഗൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രത്യേക ഒരു വ്ലോഗ് എടുക്കുന്നുണ്ടാവും. സോ എൻ്റെ കൂടെയുള്ള അനഘ, ഹലോ, ആൻഡ് ജിറ്റി, ഹലോ, 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 കോഴിക്കോട് എല്ലാം ഓക്കെയാണ്. ഇനി കണ്ണാടി എടുത്തിട്ട് എക്സ്പീരിയൻസിങ് ദി 4DX. അതെ, ഓക്കെ. കണ്ണാടി എടുത്തിട്ട് മുഖം കാണിക്കുന്ന ഒരു വ്ലോഗ് ഇവിടെ. ഹലോ, ഈ ചേട്ടാ കോഴിക്കോട് കിട്ടില്ല. അതിന്റെ പ്രത്യേക മുടി കറക്റ്റ് വ്ലോഗിനുള്ള സെറ്റപ്പ്. സോ ഷോ തുടങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗൈസ്, നമ്മുടെ വ്ലോഗറിന് ചൊറിച്ചിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര പറയുകയാണ് വണ്ടർലയിൽ നിന്ന്. ഇനി അടുത്ത ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇൻഫോം ചെയ്യുക. ആ ടൈമിൽ നമ്മൾ വരും.